ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് മോളുടെ ബർത്ത്ഡേ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ നല്ല മഞ്ഞുണ്ട്. ഒരു 6 മണി ആ ടൈമിലാട്ടോ ഞങ്ങൾ എണീറ്റത്. എണീറ്റു പുറത്തേക്കൊക്കെ നോക്കിയപ്പോൾ നല്ല മഞ്ഞ് കണ്ടോ, എന്ത് മൂടി കിടക്കുന്നുണ്ടോ, വഴി പോലും കാണത്തില്ലാത്ത തരത്തിൽ മഞ്ഞാണ്, ഭയങ്കര മഞ്ഞ. എന്നിട്ട് പിന്നെ ഞാൻ എണീറ്റ് പോയി ചായയൊക്കെ തിളപ്പിച്ചു കേട്ടോ. ചായയൊക്കെ തിളപ്പിച്ച് ഞാനും ഏട്ടനും കൂടെ കുടിച്ചു. അന്നേരത്തേക്കും കുഞ്ഞെണീറ്റേ. പിന്നെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരുന്ന ഗിഫ്റ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തു കൊടുത്തു കേട്ടോ. അപ്പോൾ ചെറിയൊരു ഉറക്കപ്പിച്ചൊക്കെ ആയിരുന്നു, എന്നാലും എല്ലാം കീറിപ്പൊളിച്ചൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആളത്ര ഓണായി വരുന്നതേ ഉള്ളേ. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞ് തുറക്കട, അതിനകത്ത് ഗിഫ്റ്റൊക്കെ ഉണ്ട്, കുഞ്ഞിനുള്ള ഗിഫ്റ്റാന്നൊക്കെ പറഞ്ഞ് തുറക്കാൻ പറഞ്ഞ് തുറക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അത്ര സെറ്റപ്പൊന്നും ഇല്ല, രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റുകൊണ്ട് വലിയ മൂഡൊന്നും ഇല്ല കേട്ടോ. ഓണായി വരുന്നതേ ഉള്ളൂ. എന്നിട്ട് പിന്നെ ഏട്ടനെ പോകാൻ റെഡിയാകുകയെന്ന് പറഞ്ഞേ. അന്നേരം അപ്പായി ഇരിക്കുക അപ്പായി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കണ്ണാടി അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. അവൾക്ക് കണ്ണാടി നേരത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് പൊട്ടിച്ച് കളഞ്ഞായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഈ ടൈപ്പ് ഒരു കണ്ണാടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കണ്ണാടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് സ്റ്റാൻഡിലൊക്കെ വയ്ക്കാവുന്ന ടൈപ്പാണ്. അപ്പോൾ അതിൻ്റെ ആ കാല് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പിലുള്ളൊരു കണ്ണാടിയാണ് കേട്ടോ അത്. അപ്പോൾ അത് നല്ല ക്യൂട്ടാണ്, നമുക്ക് ഈ വെഡ്ഡിങ്ങിനൊക്കെ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പാണ്. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സോപ്പൊക്കെ എടുത്തെറിയുന്നുണ്ട് കേട്ടോ. മിഠായി കണ്ട അന്നേരമേ, സോപ്പൊക്കെ കഴിഞ്ഞപ്പോഴാണ് മിഠായി അതിനിടയിൽ കിടക്കുന്നുണ്ട്. പിന്നെ അതെല്ലാം വാരിക്കൂട്ടി വെക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനൊരു ക്യൂട്ടായിട്ടൊരു മോതിരം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവൾ ചോദിക്കുക, മോതിരം എനിക്കില്ലേ അമ്മേ, മോതിരം എനിക്കില്ലേ, അങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ കടയിൽ കയറിയപ്പോൾ പെട്ടെന്ന് അത് കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നേ. അതുകൊണ്ട് ഞാൻ പിന്നെ അത് വാങ്ങിച്ചു കേട്ടോ. കയ്യിൽ കുറച്ച് ലൂസാണ്, കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞ് ഇടാൻ പറ്റുള്ളൂ. അത് പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെയാണ് കേട്ടോ. പക്ഷെ അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. പിന്നെ ഞാൻ എന്തായാലും കുറച്ച് സമയമൊക്കെ ഇരുന്നു, ചായ കുടിച്ചു. അപ്പോൾ അങ്ങനെ അതെല്ലാം നോക്കി. അത് കഴിഞ്ഞ് പിന്നെ മോൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും എടുത്ത് നോക്കി കേട്ടോ, ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാൻ എന്നാ വിചാരിച്ചെന്ന് ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ഇനി അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഏട്ടന് ഇന്ന് ഒക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് കടയിൽ തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ പൊക്കോളാം, കുഴപ്പമില്ല, കുഞ്ഞിനെ കൊണ്ട് പൊക്കോളാം. അപ്പോൾ അവൾ നടക്കാൻ തുടങ്ങിയതുകൊണ്ട് എനിക്ക് വലിയ വിഷയമില്ല, നടന്നോളുവേ. പിന്നെ കുറച്ചൊക്കെ എടുത്താൽ മതി. അപ്പോൾ പിന്നെ വണ്ടിയൊക്കെ ട്രിപ്പ് ഓട്ടോയൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ എനിക്ക് പോകാനേ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ അവിടുന്ന് വഴിയിൽ നിന്ന് കുറച്ച് നടക്കണേ റോട്ടിലോട്ട്. അപ്പം അങ്ങോട്ട് ഓട്ടോയൊന്നുമില്ല, മെയിൻ റോഡിൽ ചെന്നാൽ മാത്രമേ ഓട്ടോ കിട്ടത്തുള്ളൂ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് നടന്നു പോയി കേട്ടോ. അപ്പം മഞ്ഞുണ്ട്, ഏകദേശം ഒരു 8 മണിയായെന്ന് പറഞ്ഞിട്ടും മഞ്ഞൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ വഴിയൊക്കെ കണ്ടോ, ആൾക്കാരൊന്നും ഇല്ല. ഇപ്പോൾ അവധിയുള്ള ദിവസങ്ങളിലൊക്കെ അല്ലേ, സ്കൂൾ പിള്ളേരോ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പം നമ്മുടെ ഈ റൂട്ടിലോട്ട് അങ്ങനെ പിള്ളേരുടെ ഇതേ ഉള്ളൂ കേട്ടോ, സ്കൂൾ പിള്ളേരുടെ ഇതേ ഉള്ളൂ, അല്ലാതെ വേറെ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അപ്പം അങ്ങനെ അങ്ങ് നടന്നു പോകുന്ന വഴിക്ക് ചെളിയിലൊക്കെ ചവിട്ടി, പിന്നെ അതൊക്കെ തുടച്ചേച്ച് മുന്നോട്ട് നടന്നു പോവുകയാണ് കേട്ടോ. അപ്പോൾ അവളെ ഞാൻ ഫ്രണ്ടിൽ കയറ്റി വിട്ടു, കൊച്ച് നടന്നോ അമ്മ പുറകെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ സൈഡിൽ കൂടെയൊക്കെ നടക്കുന്നൊക്കെ പറഞ്ഞു വിട്ടു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു ഓട്ടോ കിട്ടിയേ. ഇപ്പോൾ അവൾക്ക് നടക്കാൻ ഇഷ്ടമാണ്, നടക്കാൻ തുടങ്ങി, നല്ലപോലെ നടക്കാനും ഓടാനും ഒക്കെ തുടങ്ങിയ ശേഷം ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെയും കൊണ്ട് പോകും കേട്ടോ. കടയിലൊക്കെ ആണെങ്കിലും നടന്നും പോകും ഞങ്ങൾ രണ്ടുപേരും കൂടെ. പോകുന്ന വഴിക്ക് ഓരോ കാഴ്ചകളൊക്കെ കണ്ടാണ് പോകുന്നത്, നിറച്ചും പൂവും പള്ളയൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളാണല്ലോ. അപ്പം അങ്ങനെ അതൊക്കെ നോക്കി പറിച്ചൊക്കെ പോവും. അപ്പം ഞാൻ പറഞ്ഞു തിരിച്ചു വരുമ്പോൾ നമുക്ക് പറിക്കാമെന്നൊക്കെ പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. പിന്നെ ടൗണിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഓട്ടോ കിട്ടി കേട്ടോ. ഈ ഓട്ടോയ്ക്ക് നമ്മൾ കട്ടപ്പനയിൽ സെൻട്രൽ ജംഗ്ഷന് വന്ന് ഇറങ്ങിയേ. അവിടെ നിന്ന് പിന്നെ താഴേക്ക് കുറച്ച് നടന്നു, അന്നേരം വേറൊരു ട്രിപ്പ് ഓട്ടോ കിട്ടി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു, തിരിച്ചിറങ്ങി. കുഞ്ഞിന് വഴിപാടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി. പിന്നെ ഒരു ബേക്കറി കയറിയേ, പേരൻ്റെ കടയിലേക്കും പിന്നെ നമ്മുടെ നെയ്ബേഴ്സിന് കുറച്ച് ലഡു വാങ്ങിക്കാമെന്ന് ഓർത്ത് കടയിൽ കയറി ഇറങ്ങി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കടയിലൊക്കെ കൊണ്ട് കൊടുത്തു. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോന്നേ. അപ്പം അതിന് സങ്കടപ്പെട്ടിരിക്കുക, ഏട്ടന് കൂടെ വന്നില്ല. അതുകൊണ്ട് ഏട്ടൻ്റെ ബൈക്കിൽ കയറി പോരാമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഭയങ്കര വഴക്ക്. എന്നിട്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. പിന്നെ വൈകിട്ട് ഏട്ടൻ വന്നപ്പോൾ കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേ. കേക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് കേക്കൊക്കെ മുറിക്കാനേ. എന്നിട്ട് പിന്നെ ഞാൻ ആദ്യം തിരി കത്തിച്ച് കൊടുത്ത് അത് അവൾ അപ്പം തന്നെ ഊതി. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് പിന്നെ ഞങ്ങൾ കത്തിച്ച് കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞു ഊതല്ലേ, പാട്ടൊക്കെ പാടിയിട്ട് ഊതാന്ന് പറഞ്ഞാൽ അങ്ങനെ ബർത്ത്ഡേ പാട്ടൊക്കെ പാടി ഞങ്ങൾ കേക്ക് മുറിച്ച് കൊടുത്തു. ഞങ്ങൾ 3 പേരും കൂടെ കഴിച്ചു, ഹാപ്പിയായി. പിന്നെ കുറച്ച് കേക്ക് നമ്മൾ നെയ്ബേഴ്സിന് കൊടുത്തു കേട്ടോ. അപ്പം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പം മോളും ആണെങ്കിലും ഭയങ്കര ഫ്രണ്ടല്ലേ തുമ്പിയായിട്ട്, അപ്പം അങ്ങനെ ഞങ്ങൾ എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്.
കൂടെ പിന്നെ ബാക്കി ഉണ്ടായിരുന്ന കേക്കൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് ഞാനെടുത്ത് മാറ്റി വെച്ചേ, നാളത്തേക്ക് ചോദിച്ചാൽ കൊടുക്കാമല്ലോ എന്ന് ഓർത്ത് ഒരു പാത്രത്തിൽ മുറിച്ചിട്ട് വെള്ളത്തിലിറക്കി വെച്ച്. നമുക്ക് ഫ്രിഡ്ജില്ല, അതുകൊണ്ട് ഞാനത് അങ്ങനെ വെള്ളത്തിലിറക്കി വെച്ച് പാലൊക്കെ ഇടുന്ന പോലെ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പിറ്റേ ദിവസത്തേക്ക് നല്ലതായിരുന്നേ. നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഞങ്ങളുടെ കുഞ്ഞിനെ കൂടെ ഉൾപ്പെടുത്തണേ. നിങ്ങളുടെ അനുഗ്രഹം അവളുടെ കൂടെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.